രാവിലെ കുളിച്ച് ഫ്രഷായി ഒരു ചായയും കുടിച്ച് ഇവിടെ ഇങ്ങനെ അന്തസ്സായിട്ടിരുന്ന് ഇതുവഴി പണിക്ക് പോകുന്ന പെണ്ണുങ്ങളെ വായി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെ. പണിക്കാരും പോണില്ലല്ലോ. ചായ അയ്യോ, ഞാൻ ചായയാണ് ചോദിച്ചത്, ചൂടുവെള്ളമല്ല. ചായക്കിടാൻ വെച്ചിരുന്ന പാല് ഇവിടുത്തെ വിശപ്പുള്ള ഒരു അമ്മാവനുണ്ടല്ലോ മുഴുവൻ എടുത്ത് കുടിച്ചു. ഞാൻ 2 ലിറ്റർ വാങ്ങി തന്നില്ലേ? 2 ലിറ്ററും കുടിച്ചു. ഈ അമ്മാവന്റെ ഒരു കാര്യം. ഒരു കാര്യം ചെയ്യ്. ഇത് കുടിക്കാം, അല്ലെങ്കിലേ പിന്നെ കിട്ടൂല. അങ്ങോട്ട് നോക്കി. കണ്ണാടി കണ്ണാടി. ഇത് കണ്ണാടി അല്ല, ഇത് പഴയ പാത്രമാണിത്. അയ്യോ, പഴയ പാത്രോ? ഇതിനെന്തൊരു തിളക്കം. ഇത് ഏത് സോപ്പിന്റെ മാജിക് ആണ്? അയ്യോ, ഇത് സോപ്പിന്റെ മാജിക് അല്ല, ഇവിടെ വിശപ്പുള്ള ഒരു അമ്മാവനുണ്ടല്ലോ പുള്ളിയുടെ നാക്കിന്റെ മാജിക് ആണ്. ഇതിൽ മുഴുവനേ ഞാൻ പൊരിച്ച മീൻ പൊരിച്ചു വച്ചിരിക്കായിരുന്നു. അത് മുഴുവൻ കട്ടെടുത്ത് തിന്ന് നക്കി തുടച്ചു വച്ചേക്കോ. നോക്കിയ അമ്മാവൻ. അമ്മാവന് പണ്ടേ ഈ വിശപ്പിന്റെ ഒരു അസുഖമുണ്ട്, അതുകൊണ്ടാണ്. അയ്യോ, അതുകൊണ്ട് വളരെ ചെറുതില് ഡയറ്റിംഗ് എന്താണെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മാവനാണ്. അറിയോ നിനക്ക്? അതെങ്ങനെ? അപ്പൊ വീട്ടിൽ വെക്കുന്ന 3/4 ഭാഗം ആഹാരം ആ കളവെ അടിച്ചു കയറ്റും. ഇനി ആ പാല് മേടിക്കോ കൊണ്ടിരുന്ന പയ്യനെ ഇവിടെ വരുത്തണ്ട കേട്ടോ, അവനെ പറഞ്ഞു വിട്ടേര്. അത് എടാ പാല് കൊണ്ടുവരും, അതൊക്കെ ഓക്കെ, അതിനകത്ത് വെള്ളം ചേർക്കാം, എല്ലാരും കാണിക്കുന്ന കാര്യ. ഇതിന് മാത്രം ഇതിനകത്ത് ആസിഡ് കൂടെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ കുടിക്കുന്നത്. ഇത് പാലൊന്നുമില്ല, ബാത്റൂമിൽ ഒഴിക്കുന്ന ലോഷനാണ്. ഞാൻ അലമാരയുടെ സൈഡിൽ ഒളിച്ചു വെച്ചിരുന്നാണല്ലോ, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ ഓർത്ത് നിങ്ങൾ എനിക്ക് തരാതെ പാലെടുത്ത് അലമാര എടുത്ത് മാറ്റി വെച്ചതായിരിക്കും. ഇതെങ്ങനെ കുടിച്ചാ ചത്തുവും, വിഷമാണ്. നിനക്കറിയാലോടോ ഒന്നാമത്തെ കാര്യം, അമ്മാവന് വിശപ്പിന് അസുഖം ഉള്ള കാര്യം നിനക്കറിയാമല്ലോ. എന്നാലും എന്റെ അമ്മാവ, നിങ്ങൾക്ക് നാണമില്ലേ അമ്മാവ? ഞാൻ ഇവളെ മുഖത്ത് എത്രയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ കേട്ട് സഹിച്ചിരിക്കും. നിനക്കറിയാലോ എനിക്ക് വിശപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ടുള്ളൊരു പ്രശ്നം കൊണ്ടാ നീ ഇങ്ങനെ എന്നോട് കിടന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അമ്മാവൻ എത്ര മാത്രം വിഷമം ഉണ്ടോ നിനക്കറിയാവോ? അറിയോ കൊച്ചെ, പണ്ട് കാലത്ത് ഞാൻ ഇവനെ എങ്ങനെ വളർത്തിയെന്നറിയാവോ? ഇവന് പനി വരാതെ നേരത്ത് ഞാനിവനെ നേരെ ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി കൊണ്ട് ഡിസ്ചാർജ് ചെയ്താലും ഞാനിവനെ വിടുവല്ല. അവനെ അവിടെ നിർത്തി അവന്റെ പനി മുഴുവൻ മാറ്റിച്ചിട്ടേ ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. എന്തുകൊണ്ട്? എന്തിന്? എനിക്ക് കിട്ടുന്ന ബ്രെഡും പാലും കഴിക്കാൻ വേണ്ടി. അറിയോ, എനിക്ക് പനി മാറിയാലും 1 മാസം അവിടെ കിടത്തിയിരിക്കും എന്റെ ബ്രെഡും പാലും കഴിക്കാൻ വേണ്ടി. നിനക്കറിയോ, ഒരു 6-7 മാസം എനിക്ക് പനിയൊന്നും വന്നില്ല കേട്ടോ. ഒരു വെക്കേഷൻ സമയം ഞാൻ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ ചെയ്തെന്താണെന്നറിയോ? ഒരു വിളക്ക് കൊണ്ടുവന്ന് അതിൽ തീ കൊണ്ട് എന്റെ നെറ്റിയിൽ ചൂടാക്കിയിട്ട് പനിയാണെന്ന് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയി മരിച്ചതാണ് ബ്രെഡും പാലും കഴിക്കാൻ. ഒന്നും അറിയാത്ത പോലെ എന്താ ഉണ്ടാക്കുന്നേ? അല്ല, ഞാൻ ആ ബ്രെഡും പഴത്തിന്റെയും കാര്യം ആലോചിക്കും. അല്ലല്ല, ഞാൻ പണ്ട് കാലത്തെ കാര്യം ആലോചിക്കുമായിരുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കുക വെച്ചാൽ, നീ മറ്റുള്ളവർ നിൽക്കാൻ നേരത്തെ അമ്മാവനെ ഇങ്ങനെ വേദനിപ്പിക്കാതെ. അമ്മാവൻ ഒന്നാമത്തെ കാര്യം വിശപ്പിന്റെ അസുഖമുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. അറിയാം. ഒരു മിനിറ്റ്. ആ, ഇവിടെ ഉണ്ട്. ഇല്ല. ഓ ശരി ശരി, ഓക്കെ. എന്നെ മോനെ, ആരാ വിളിച്ചേ? അതെ, അവിടത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നില്ലേ, അതിലെ കമ്മിറ്റിക്കാരാ. എന്നെ കാര്യം അല്ല, അവിടെ അന്നദാനം നടക്കുന്നു. അമ്മാവ, ഞാൻ കാല് പിടിക്കാം. അവര് പറഞ്ഞെന്താന്ന് അറിയോ? അവിടെ അന്നദാനം നടക്കുന്നു, അങ്ങോട്ടൊന്നും അമ്മാവനെ വിടരുതെന്ന്. എന്നെ വിടരുത്? ഓ, അപ്പുറത്തെ അമ്മയുടെ അല്ലെ പാത്രം കൊടുത്തു വല്ല ചോറ് കൊണ്ടുവരുമോ? അവർക്ക് ദാനം കൊടുക്കാൻ എന്തെങ്കിലും വേണം അവിടെ. ഒന്ന് പോവല്ലേ അങ്ങോട്ട്? അയ്യോ, എന്തോ കരയുന്നുണ്ട്. ഈ അമ്മാവനോട് സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ അടുപ്പിൽ എന്തോ കരയുന്നു. അടുക്കള കരിയുന്നല്ലേ, വിശന്നിട്ട് എന്റെ കുടല് കരിയുന്ന. നീ ഒരു കാര്യം ചെയ്യ്, അമ്മാവൻ വിശക്കുന്നു. നേരം വെളുത്തിട്ട് ഒരു വക ഞാൻ കഴിച്ചില്ല. ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് അമ്മാവൻ ഇവിടെ ഞാൻ ഇരിക്കുന്ന പാത്രം വന്നപ്പോ എല്ലാം കഴിക്കാൻ. അമ്മാവാ, കുറച്ച് നേരത്തെ മുന്നേ 4 കുറ്റി പുട്ട് വെട്ടി വിഴിഞ്ഞത്. 4 കുറ്റി പുട്ടോ? പറഞ്ഞ കാര്യമുണ്ടോ കൊച്ചേ? എന്റെ കാര്യം മാത്രമാണോ ഞാൻ നോക്കണ്ടേ? പിന്നെ 3-4 വേറെ കിടക്കുക അതിനകത്ത്. കൊക്കോപ്പുഴു. കഴിഞ്ഞ ദിവസം ഒരു കൊക്കോപ്പുഴു എന്റെ ചുണ്ടിന്റെ സൈഡിൽ എനിക്ക് ജീപ്പിലൊക്കെ തൂക്കി നിൽക്കുന്നവരെ കിടന്നിട്ട് എന്നോട് ചോദിക്കും ഇവിടെ കഴിക്കാനൊന്നും ഇല്ലെന്ന്. ചമ്മി പോയില്ല ഞാൻ, ചമ്മി വല്ല കഴിക്കാൻ എടുത്തോളൂ. എനിക്ക് വല്ലതും വിളിച്ച് പറയും, ഞാൻ പോകുന്നതാ നല്ലത്. എന്റെ അമ്മാവാ, ഞാനൊരു കാര്യം പറയാം. അമ്മാവന് 1 മണിക്കൂർ കഴിക്കാതിരിക്കാൻ പറ്റൂ? എന്റെ ദൈവമേ, ഞാൻ ഇവിടെ കിടക്കാം. എന്റെ നെഞ്ചത്തോട്ട് റീത്തെടുത്ത് വെക്ക്. നീ എന്നാ വർത്താനം പറഞ്ഞു? 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ അത്? ആണോ? എങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യും, 1/2 മണിക്കൂർ പിടിച്ചിരിക്കാൻ പറ്റും. എന്റെ പൊന്നു, ഞാൻ വണ്ടിയും വെള്ളം ഇല്ലാത്തടത്ത് പൂർണ്ണ ഗർഭിണിയുടെ അവസ്ഥ പറഞ്ഞ പോലെ എന്റെ കാര്യം ഏത് നിമിഷത്തിലാണ് ഇരുന്നെന്ന് അറിയാൻ പറ്റുമല്ല. അതുകൊണ്ട് എനിക്ക് അത്ര നേരം ഒന്നും നിൽക്കാൻ പറ്റുമല്ലോ. എന്നാ കാര്യം എന്നാ? എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ്.
10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നീ എന്നാടേ പറഞ്ഞ 10 മിനിറ്റ് ഞാൻ വിശന്ന് നിൽക്കാന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യമാണത്. അമ്മാവ് ഒന്ന് നോക്ക്, അമ്മാവന് പറ്റും, അമ്മാവന് പറ്റും. 10 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് വിശന്ന് നിന്നാല് വിശപ്പ് പിടിച്ചിരിക്കണം, വിശപ്പ് പിടിച്ചു നിന്നാല് കഴിക്കാതിരിക്കണം. കഴിക്കാതിരുന്നാല് കഴിക്കാതിരുന്ന ഒരു മാജിക് ഉണ്ട്. മാറ്റിക്കൊണ്ടോ? എന്നാ ശരി 10 മിനിറ്റ് എനിക്ക് 10 മിനിറ്റ്. ശരി ശരി ശരി. അങ്ങനെയൊക്കെ 10 മിനിറ്റ് വെച്ചെന്നിരിക്കാൻ, പിന്നെ 10 മിനിറ്റ് വെച്ചെന്നിരിക്കാൻ പോയില്ല ഞാൻ. ഓ പഴം എടുത്താൽ നന്നായി. ആയി നല്ല പഴം. ആ മണം അടിച്ചിട്ട് ഈ തൊലിയോടുകൂടി അങ്ങ് തിന്നാലോ എന്നാലും. ഇപ്പം എത്തും. ഓക്കെ 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 ഓക്കെ. ചേട്ടാ ടോൾബി വീട് എവിടെയാണ്? ടോൾബി ടൊൽബി അല്ലേ? ടോൾബി ഒരു കാര്യം. അതിന് പിന്നെ ഇതിനകത്ത് ഫുഡ് എനിക്ക് ഇവിടത്തേക്കില്ല വേറെ വീട്ടിൽ ഓർഡർ ചെയ്താ. ടൊൽബിയോ? അവിടത്തേക്ക് ഓർഡർ ചെയ്തത് ഇവിടെയാണ് പറഞ്ഞു കേട്ടോ. ഒരു കാര്യം ഞാൻ മോൻ ഇവിടെ നേരെ അങ്ങനെ എന്നിട്ട് ആ വലത്തോട്ട് കയറണം. വലത്തോട്ട് കയറിട്ട് ആ ഇടത്തോട്ടുള്ള വഴി ആ കുറുക്ക് മേലോട്ട് അങ്ങ് കയറിയിട്ട് ആ പോസ്റ്റുള്ള വീടില്ലേ അവിടെ ചെന്ന് ചോദിച്ചേച്ചാര് തൊട്ടപ്പുറത്തെ വീട്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങ് ചെല്ലുക. അവിടുന്ന് വലത്തോട്ട് കയറിയിട്ട് ഇടത്ത് കയറിയിട്ട് അവിടുന്ന് ഒരു കുറുക്കോട്ട് ആ മേലോട്ട് അങ്ങ് കയറുക. അവിടെ കാണുന്ന ആദ്യത്തെ വീടാത്. ഓക്കെ ഓക്കെ ടോൾബി. കുറച്ചേരം കൂടെ നിന്നിട്ട് പോടാ. നല്ല മണം. ആ മണമൊന്ന് കണ്ണ് അടിക്കട്ടോ ഞാൻ. അല്ല അത് അവിടത്തേക്കുള്ള ഫുഡാണെന്ന് ഒന്ന് കാണിച്ചു പോടാ. ഇത് അത് കാണിക്കപ്പെടുത്ത അവിടത്തേക്കുള്ള ഫുഡാണെന്ന്. എന്നെ ഇതിനകത്ത് എന്നെ ഫുഡ് അത് ഇതിന് നെയ്ച്ചോറും മട്ടനും. നെയ്ച്ചോറും മട്ടൺ എന്ന് പറയുമ്പോൾ എത്ര പീസ് കാണും കുഞ്ഞ മട്ടനകത്ത്? ഒരു 2-3 പീസ് കാണും. ഒരെണ്ണം ഇങ്ങനെ അവർ എണ്ണി തിന്നുമല്ലോ. ചേട്ടാ അവിടത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തേ പറ്റും എനിക്ക്. ഇച്ചിരി മണത്തിട്ടൊക്കെ പോട്ടോ. ഞാൻ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോട്ടോ. ടോൾബി അവിടെ അങ്ങോട്ടല്ലേ? നേരെ പോയിട്ടാ കുറുക്ക് കയറി പോട്ടോ. കുറുക്ക് കയറി പോണം. ഓക്കെ ഓക്കെ ശരി. ആരാണ്ട് പിള്ളേരുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നാടോടി ശ്രീയാന്ന് തോന്നുന്നു. ഞാൻ അങ്ങ് നിൽക്കാം. അയ്യോ അത് ബിന്ദുവാണ്. രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമുള്ള ഈ അങ്കിളാണോ? ഇവരല്ല. ഈ ആന്റിയാണോ? ഇവളല്ല. എനിക്കറിഞ്ഞോളൂ എന്തോന്ന് കാര്യം എന്തോന്ന്. അയ്യോ എന്തോന്ന് കാര്യം? എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്റെ കൊച്ചു വീട്ടുമുറ്റത്ത് ഇരുന്നിട്ട് ബിസ്ക്കറ്റ് തിന്നായിരുന്നു. ആ ബിസ്ക്കറ്റും കൊണ്ട് പോയെന്നേ. അയ്യോ ആര്? അതറിയാനാ ഞാൻ ഇവിടെ വന്നത്. ആര്? ഞങ്ങളുടെ വീട്ടിന്റെ വാതിൽ കിടന്ന് ആരേ ബഹളം ഉണ്ടാക്കുന്നത്? എന്നതാണോ പറ്റന്? എന്നതാണോ പറ്റന് നിനക്ക്? ഇതെന്നതാണ് എന്നാ ചേർക്കണത്? ധാരണ ഇത് കൊണ്ടുപോയി എങ്ങോട്ടാണ്? എന്തോ ഇത്? അല്ലോ എന്റെ പൊന്നെ കുഞ്ഞെ അങ്ങനെ അല്ലടാ സംഭവം. അങ്ങനെയല്ല. അതിനെ പിടിച്ചോണ്ട് പോകാത്ത അങ്ങോട്ട് ഞാൻ പറയാം. സംഭവം എന്നാന്ന് വെച്ചാൽ ഞാൻ അതിലെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഈ കുഞ്ഞൻ അവിടെ ഇരുന്നോണ്ടൊരു ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവന്റെ മുഖത്തെ വിഷമം കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇവനോട് പറഞ്ഞു, കുഞ്ഞാ ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ അമ്മാനൊരു കഥ പറഞ്ഞു കൊടുത്തു. കഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് ഒരു കാക്ക ഇങ്ങനെ പറന്ന് വന്നിട്ട് ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്ത് തിന്നുന്ന. ഇത് എത്ര പറഞ്ഞു കൊടുത്തിട്ട് കൊച്ചിന് മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ പറന്നു ഈ ബിസ്ക്കറ്റ് എടുക്കുന്നു തിന്നുന്നു. കഥ കേട്ട് കൊത്ത ഉറങ്ങിപ്പോയി. പിന്നെ എന്നാ ചെയ്യാൻ? ആ കാക്ക ആ ബിസ്ക്കറ്റ് കവറോട് എടുത്തോണ്ടങ്ങ് പോയി. അതിലെന്താ നിങ്ങൾക്ക് ഒന്ന് കേട്ടിട്ടുണ്ടെന്ന കാര്യം? അയ്യോ ഏത് കാക്കയാണാവോ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കി തിന്നിട്ട് എടുത്തോണ്ട് പോണത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എങ്ങാനും ആ കാക്ക എന്റെ വീട്ടുമുറ്റത്ത് വന്ന ചിരട്ടയുടെ മുട്ട് ഞാൻ അടിച്ചു പൊട്ടിക്കും. എനിക്ക് പറ്റി അതിനകത്ത് ചെറിയൊരു തെറ്റുണ്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞത്. ചിരട്ടയുടെ മുട്ട് ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് തിരുത്തി പറഞ്ഞത് കറക്റ്റായിട്ട്. മുട്ടിന്റെ ചിരട്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇപ്പൊ കറക്റ്റ് അല്ല കള്ളത്തരം പറഞ്ഞാന്ന് പറയും. ഇപ്പൊ ഇത്രയല്ലേ പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഈ കൊച്ചിനോട് ക്ഷമ ചോദിച്ചാൽ തീരുന്ന കേസല്ലേ ഉള്ളൂ. ക്ഷമ ചോദിച്ചാൽ തീരുമല്ലോ. എന്റെ കൊച്ചിനോട് നിർത്തി ഞാൻ അങ്ങ് ക്ഷമ ചോദിക്കാം. അല്ല അപ്പൊ എന്നാ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കുഞ്ഞെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അലക്കാതെ തരാ. അത് കടിച്ചെടുത്തു. പ്രശ്നമാണോ ഇത്? മൊത്തം പ്രശ്നമാണ്. ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? കുഞ്ഞെ നീ ഇവിടെ കരഞ്ഞോണ്ടിരിക്കാതെ വല്ലതും പോയി ഉണ്ടാക്കി വല്ല കഴിക്കാൻ വിശക്കുന്ന. ഇപ്പൊ തന്നെ കളവന് പറഞ്ഞു വിട്ടേക്കണം. പറഞ്ഞേക്കാം ഞാൻ. അമ്മാവാ ചേട്ടാ ഇച്ചിരി വല്ല എടുത്ത് കഴിക്കാൻ. ഇതിപ്പോ വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം വല്ലതുമാണോ? ദൈവം എന്ത് ചെയ്യുമെന്ന് പറ. കൊച്ചു കൊണ്ടം മുട്ടായി തന്നുകൊണ്ട് രക്ഷപ്പെട്ട് അതെങ്ങനെയും ചാത്തോണ്ടിരിക്കാം. ടോൾബി അവിടെ അല്ലേ അമ്മാവ? എന്റെ പൊന്നു തോൽവി, നീ എങ്ങോട്ടാ ചെന്ന് കേറിയത് അത് പറ. അമ്മാവൻ പറഞ്ഞു നേരെ പോയിട്ട് മുകളോട്ട് കയറിട്ട് ടോൾബി. എടാ അത് ഗിരിനഗർ, അങ്ങോട്ടല്ല പോകേണ്ടത്. നീ പോകേണ്ടത് പൈപ്പ് ലൈനിൽ കൂടെ പോകണം. പൈപ്പ് ലൈനിൽ പോയി ഞാനെന്താ വെള്ളോ? എടാ അതല്ലെന്ന്. പിന്നെ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്. ഒരു കാര്യം ചെയ്യും, ആരുടെ വീട്ടിലോട്ടാ ചെല്ലണ്ടേ? ജിഷോ. ആശോ അത് പറയണ്ടേ? ഒരു കാര്യം ചെയ്യും, നീ അവനെ വിളിച്ചു ചോദിക്കും. അല്ല വിളിച്ചാൽ പറഞ്ഞ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് വഴി ക്ലിയർ വിളിക്കും, ഞാൻ പറഞ്ഞു തരാം. നീ വിളിക്കുന്നേ. അല്ല നിക്ക്. വിളിക്കൂ. ഹലോ അല്ല സാർ അത് കൊണ്ടുവരാം. ഇവന് ഇവിടെ കിടന്ന് കറങ്ങുവാണ് എന്റെ മുട്ടി.
ഓക്കെ സാർ. അല്ലേ ചുമ്മാ പറയുന്നതാണേ അവൻ ഇവിടെ കിടന്ന് കറങ്ങുക. അവർ ഫുഡ് ക്യാൻസൽ ചെയ്ത്. അയ്യോടാ ഇനി വേണോ ഇവിടെ നീ ഇത്? ഇതിന് ഞാൻ തിരിച്ച് ഹോട്ടലിൽ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നെ പോകുന്ന വഴിക്ക് ആരെങ്കിലും കൊടുക്കും. പോകുന്ന വഴിക്ക് ആരെങ്കിലും കൊടുക്കും, പാവപ്പെട്ട ആരെങ്കിലും ഞാൻ കൊടുക്കും. ഇത് നിനക്കൊരു കാര്യം അറിയോ? ഞാൻ പറയുന്ന കേക്ക്, എൻ്റെ കുഞ്ഞിത് കേക്ക്. ഞാൻ ഈ വീട്ടിൽ എങ്ങനെ കഴിയുന്നറിയാം? എൻ്റെ മരുമോൻ്റെ വീടാത്. ഇവിടുത്തെ മരുമോൾ എനിക്കൊരു വക തരുമല്ല. ഞാൻ എന്നും പട്ടിണി കിടക്കുക, പട്ടിണി. ഒരു കാര്യം ചെയ്യും, ഒരു പാവം പിടിച്ചൊരു അമ്മാവൻ്റെ നിലയ്ക്ക് ഈ സാധനം എനിക്ക് നിനക്ക് തരാൻ മേലടാ. എന്നാൽ അമ്മാവന് തരാം. എന്തായാലും ഞാൻ ക്യാൻസൽ ആയി വിട്ടെ, അമ്മാവന് തരാം. ഞാൻ പൊളിക്ക് ഞാനെന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. അത് കൊടുത്താ. അയ്യോ അമ്മാവനെടുത്തു. ഞാൻ പേപ്പറൊക്കെ ഞാൻ തിന്നോളാം. പോ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞാൻ നിന്നെ ഉണ്ടല്ലോ, ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കും കേട്ടോ. അയ്യോ ഇവിടെ മീൻ പൊരിച്ചാൽ കൊച്ചിൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് തിന്നെന്ന് പറഞ്ഞോണ്ട് എന്നാ ബഹളമായിരുന്നു. ഓ എൻ്റെ ദൈവമേ, ഞാനത് പൊളിക്കും ഞാനൊന്ന്. സൂപ്പറാണേ, സൂപ്പറാണ്. കഴിച്ചോ അമ്മ, കഴിച്ചോ. അത് മട്ടൻ പീസാ കേട്ടോ, നല്ല മട്ടൻ പീസ്. അമ്മാവൻ കഴിച്ചോ. എന്തോ എന്തോ ജ്യൂസാ? ഇവിടെ ആളില്ല. ഇവിടെ എന്താ ഇത്? ഇത് വേണം. ആഹാരം കുരുങ്ങിയായിരുന്നു. വെള്ളം വേണോ? ജ്യൂസൊന്നുമില്ല, വെള്ളം കൊടുത്താൽ മതി. വെള്ളം വേണോ? അയ്യോ ഇത് പ്രശ്നമാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നമുക്കത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഒരു കാര്യം ചെയ്യ്, മെഡിക്കൽ കോളേജിൽ പോവാം. അയ്യോ അത് പറ്റത്തില്ല. അല്ല മെഡിക്കൽ കോളേജ് നല്ല ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടുപോവാം നമുക്ക്. ആയുർവേദത്തിൽ പോയാൽ മതി. അല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാം. ആയുർവേദത്തിൽ പോയാൽ മതി. അതെന്ത്? ഈ ആയുർവേദ ഹോസ്പിറ്റലിലെ വാൾക്കൊരു കുഴിമന്തി കട തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്നൊരു കുഴിമന്തി കഴിച്ചേച്ച് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രിയിലോട്ട് കയറാം. എന്നാ പറയുന്നത്?